നമസ്കാരം. എല്ലാവർക്കും അറിയുന്ന പോലെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് സമരങ്ങൾ അവസാന 2 സ്ഥാപനങ്ങളിൽ മാത്രമാണ് നിലവിൽ പ്രത്യക്ഷത്തിൽ സമരങ്ങൾ നടക്കുന്നത്. അത് തൃശ്ശൂർ ജില്ലയിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും അമല മെഡിക്കൽ കോളേജും. ഇത് രണ്ടും സ്വകാര്യ മെഡിക്കൽ കോളേജാണ്. ഇത് രണ്ടും സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്നെടുത്ത് പറയാൻ കാരണം, നിലവിൽ നടക്കുന്ന സമരം എന്ന് പറയുന്നത് ഒരു അതിജീവന പോരാട്ടമാണ്. അതായത് ഒരു വിഭാഗം ജീവനക്കാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അവർക്ക് ലഭിക്കാതിരുന്ന മാന്യമായ വേതന വർധനം, അതിൻ്റെ ഒരു ഇടക്കാലാശ്വാസം എന്നോണം സർക്കാരാണ് മിനിമം വേതനം ഇറക്കേണ്ടതെന്ന പൂർണ്ണബോധ്യം നമുക്കുള്ളതുകൊണ്ട് തന്നെ ഒരു ഇടക്കാലാശ്വാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വേതന വർധനം ചോദിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ ഒരിക്കലും ഈ മേഖലയെ ഒരു രീതിയിലും പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഓരോ ദിവസവും അസുഖങ്ങൾ കൂടി വരുന്ന സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സഭയുടെ കീഴിലാണെന്നുണ്ടെങ്കിലും മറ്റേതൊരു വ്യക്തി നടത്തുന്ന സ്ഥാപനമാണെന്നുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും ഇത് ഒരു വ്യാവസായിക ആവശ്യപ്രകാരം തന്നെയാണ് ഏത് സ്ഥാപനങ്ങളും നടക്കുന്നത്. അല്ലാതെ ഒരാളും നഷ്ടം വരുത്തി സാധാരണക്കാരനെ ഞാൻ പരിപോഷിച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ എവിടെയും സ്ഥാപനം നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചെറിയ അറിവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇന്നിപ്പോൾ ഇങ്ങനൊരു കാര്യം പറയാൻ കാരണം, തൃശ്ശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ അദ്ദേഹം ഒപ്പുവെച്ച ഒരു സർക്കുലർ ഇന്ന് പ്രചരിച്ചു കണ്ടു. അതിലെഴുതിയിരിക്കുന്ന ഒരു കാര്യം 26/4/2026 അതായത് നാളെ സഭയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെല്ലാം ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന ഇടയലേഖനം വായിക്കണമെന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം പറയാനും അല്ലെങ്കിൽ ചോദിക്കാനും ആഗ്രഹിക്കുന്നത്, സഭയുടെ ആണെങ്കിലും മറ്റേതൊരു സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിലും തൊഴിലാളികളെ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരെ അവരുടെ അവകാശങ്ങളെ മതാടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന മതമേലധ്യക്ഷന്മാർ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു തെറ്റായ പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ആലോചിച്ച് നോക്കുക. നമ്മളേറെ ബഹുമാനിക്കുന്ന വ്യക്തികളാണ് ഏതൊരു മേലധ്യക്ഷന്മാരും. നമ്മളൊരാളെ വിമർശിക്കാൻ, അനാവശ്യമായി വിമർശിക്കാൻ പോകാത്ത ആളുകളാണ്. കേരളത്തിൽ എല്ലാ സ്ഥാപനങ്ങളും ഏത് സഭയുടെ കീഴിലുള്ളതാണെന്നുണ്ടെങ്കിലും മറ്റേത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ കീഴിലുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു സ്ഥാപനത്തിലും ഒരു രോഗി വന്ന് കിടക്കുന്നുണ്ട്, അതിപ്പോൾ ഈ പറയുന്ന മേലധ്യക്ഷന്മാരാണെങ്കിൽ പോലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ, അവരുടെ സ്ഥാപനത്തിലോ മറ്റേത് സ്ഥാപനത്തിലോ അഡ്മിറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചികിത്സിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്നെ ചികിത്സിക്കുന്നത് ഹിന്ദുവാണോ മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചുകൊണ്ടല്ല. അവിടെ കിടക്കുന്ന ആളുകൾക്ക് ഞാൻ അഡ്മിറ്റായിരിക്കുന്നത് എൻ്റെ അസുഖം എന്താണോ ആ അസുഖം മാറണമെന്നുള്ള ഒരൊറ്റ ആവശ്യപ്രകാരം മാത്രമാണ്. അവിടെ തങ്ങളെ പരിചരിക്കുന്ന നേഴ്സുമാർ ഉൾപ്പെടെയുള്ള മറ്റിത്തര ജീവനക്കാർ ആരാണെന്നുണ്ടെങ്കിലും അവർ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്ന് പോലും ചിന്തിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനധികം പറയുന്നു, ഒരാശുപത്രി കിടക്കയിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഇതിനു മുമ്പ് കിടന്നിരുന്നത് ആ ബെഡിൽ കിടന്നിരുന്നത് ഹിന്ദുവാണോ മുസൽമാനാണോ ക്രിസ്ത്യനാണോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന രീതിയിൽ ഇതേ മതമേലധ്യക്ഷന്മാർ ചിന്തിച്ചു പോകുന്നുണ്ടോ?
എന്തിനാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്? ഒരു തൊഴിൽ മേഖലയെ ഇതുപോലെ മതാടിസ്ഥാനത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്? അവർ കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്? നേഴ്സുമാരുടെ സമരത്തെ അന്യായമായി കാണുന്നു എന്ന് പറയുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നതിന് ദിനം പ്രതി ഉയർന്നു വരുന്ന സകല മേഖലകളിലുമുള്ള വിലവർധനവ്, ഇനി വരാനിരിക്കുന്ന വിലവർധന അതിനേക്കാൾ അപ്പുറത്ത്. നിങ്ങൾക്കെല്ലാം ഇതൊരു കച്ചവടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏത് സ്ഥാപനമാണെങ്കിൽ, ഞാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് കച്ചവട സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി തന്നെയാണ്. ആ ലാഭം അവിടെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ മുമ്പിൽ വരുന്ന കസ്റ്റമർ എന്ന് പറയുന്ന വ്യക്തികൾ ആരാണോ അവരിൽ നിന്ന് നിങ്ങളതിന് വേണ്ട ഫീസ് ഈടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശതമാനത്തിൽ ഇത്ര ശതമാനം വരുന്ന ചിലവേ നിങ്ങൾക്ക് അവിടെ വരികയുള്ളൂ. പക്ഷേ എന്തിനോ വേണ്ടിയുള്ള ആർത്തിയാണ് ഈ പറയുന്ന രീതിയിൽ ഇവരെ ചൂഷണങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെറ്റായ കാഴ്ചപ്പാടുകളാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ മേഖല അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേഴ്സിംഗ് സമൂഹത്തിൻ്റെ ഐക്യത്തെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന തോന്നലാണ് നിങ്ങളെ കൊണ്ട് ഇതിന് പ്രേരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. ഒരു സംശയം വേണ്ട. ഒരു മതത്തിൻ്റെ പേരിലും ഒരു വർഗീയതയുടെ പേരിലും വളർത്തിയെടുത്ത കൂട്ടായ്മയല്ല നേഴ്സുമാർ എന്ന് പറയുന്നത്. അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി തെരുവിലിറങ്ങിയതാണ്. അതിൽ ഒരിടത്തും മതവും ജാതിയും വർണ്ണവും വർഗവും ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് അവരുടെ കുടുംബങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവരുടെ കുടുംബാംഗങ്ങളെ ഭദ്രമാക്കാൻ വേണ്ടിയാണ്. തൻ്റെ മക്കളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഏതൊരു വ്യക്തിയും അർഹരാണ് എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും സമൂഹത്തിൽ ഒരാൾക്കും സംശയമുണ്ടാവില്ല. കാരണം ഒരു വർഷത്തിൽ മിനിമം 4 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ചികിത്സാ ചിലവുകൾ വർദ്ധിപ്പിക്കുന്ന ഓരോ സ്ഥാപനവും എവിടെയൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന സാഹചര്യം വരുന്നോ അപ്പോൾ പറയുന്നത് രോഗികൾക്കത് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളതാണ്. ചികിത്സ ലഭിക്കാൻ രോഗികൾ സ്ഥാപനങ്ങളിൽ വരുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ തെറ്റായ കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ടുകൊണ്ടല്ല. അവരുടെ അസുഖത്തെ ഭേദമാക്കുന്ന രീതിയിലേക്ക് ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുപോകാൻ നിങ്ങളാണ്, അതായത് സ്ഥാപനത്തിൻ്റെ ഉടമകളാണ് ശ്രമിക്കേണ്ടത്. ജീവനക്കാരുടെ പ്രശ്നങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവേണ്ട സാഹചര്യത്തിൽ നിങ്ങളുടെ ഈഗോയാണ് ഇതിനെ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ചിന്തിച്ചാൽ ഞാനെന്ന ഭാവം തെറ്റായ വഴിയിലൂടെ തന്നെ പോവുകയുള്ളൂ. നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു ചർച്ചയെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടെത്തിച്ചേർന്ന് തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോയി വളരെ മോശമായ ചിത്രീകരണങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ മോശമായ പ്രവർത്തന രീതിയിലേക്ക് പോയിക്കൊണ്ട് എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കെണിയിലേക്ക് ഈ സമൂഹവും പൊതുജനങ്ങളും ചിന്തിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിതാവേ. താങ്കൾ എഴുതിയ ആ സർക്കുലറിൽ ഞാൻ കണ്ടു, മിശിഹായിൽ സ്നേഹപൂർവം മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. താങ്കളോടുള്ള അഭ്യർത്ഥനയാണ്. ഇതൊരു അതിജീവന പോരാട്ടമാണ്. ഈ അതിജീവന പോരാട്ടത്തിന് മറ്റൊരു വശങ്ങളും നിങ്ങൾ കാണണ്ട. ഞങ്ങൾക്ക് ആ രീതിയിലേക്ക് പോകാൻ താല്പര്യവുമില്ല. അത് ഞങ്ങളുടെ വിഷയമല്ല. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. പക്ഷേ ഈ ജീവിത പ്രശ്നത്തിൽ അനാവശ്യമായ ചിത്രീകരണങ്ങൾ നിങ്ങൾ കൊടുത്താൽ
പിന്നീട് ഞങ്ങൾ കാണുന്ന കാഴ്ചപ്പാടുകളിലൂടെ ആ ചിത്രീകരണങ്ങളെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ തീരുമാനങ്ങളെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.